ഹായ്, ഓടത്തി കിച്ചണിലേക്ക് സ്വാഗതം. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചടിയാണിന്ന്. പൈനാപ്പിൾ കൊണ്ടാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാറാവുമ്പോഴത്തേക്കും എരിവും പുളിയും മധുരമൊക്കെ പാകത്തിന് കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു വലിയ പൈനാപ്പിളാണ്. ഇതിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞെടുക്കാം. ഇത് ഏകദേശം 1.5 കിലോ ഉണ്ടാവും. മുറിച്ചെടുക്കാം ആദ്യം. തൊലി കളഞ്ഞിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. പച്ചടിക്ക് ചെറിയ കഷ്ണങ്ങളാണ് നല്ലത്. നല്ലോണം വേവും വേണം. ഇത് 2 കപ്പ് കഷ്ണങ്ങളുണ്ട്. കുക്കറിൽ വേവിച്ചെടുക്കാം. കഷ്ണമായിട്ട് കടിക്കുന്നേക്കാളും നല്ല സോഫ്റ്റ് പീസസ് ആയിട്ടാണ് നല്ലത്. അപ്പോൾ ഒരു 3 വിസിലാവണത്ര വേവിക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് വേണ്ടത്ര മാത്രം ഉപ്പ്, ഇത്രയും ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവണ സമയം കൊണ്ട് നാളികേരം അരച്ചെടുക്കാം. 1 കപ്പ് നാളികേരത്തിൻ്റെ പാകത്തിനുള്ള പീസസ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇടാം. 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 2 പച്ചമുളക്. കഷ്ണത്തിൽ കുറച്ച് മുളക് പൊടി ചേർത്തതുകൊണ്ട് 2 പച്ചമുളക് മതിയാവും. ഇനി അരച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കാണ്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലോണം ചതച്ച പോലെ ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒരു 1/2 ഗ്ലാസ് ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കാം. ഇപ്പം നാളികേരവും കടുകും ജീരകവും പച്ചമുളകും നല്ലോണം അരച്ചു. ഇനി ഇത് വേവിച്ച് കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. 3 വിസിൽ കേട്ട് ഓഫ് ചെയ്ത് വെച്ചതാണ് കുക്കർ. ഇതിലേക്ക് ആദ്യം കുറച്ച് ശർക്കര ചേർക്കാം. ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചതാണ്. 2 ടേബിൾ സ്പൂൺ ചേർക്കാം. 2-3 മിനിറ്റ് തിളച്ചിട്ട് ശർക്കര പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് യോജിച്ച് കിട്ടണം. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണേ. ഇനി അരച്ചു വെച്ച നാളികേരം ചേർത്തിട്ട് ഇളക്കാം. പച്ചക്കടുകും നാളികേരവും ജീരകവും പച്ചമുളകും ഒക്കെ ഒന്ന് തിളച്ച് വരണം. ഇനി കൂട്ടാനിലേക്ക് വേണ്ട ഉപ്പിടാം. ഒന്ന് ഇളക്കാം. പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ തൈര് പുളിയുള്ളത് ചേർക്കാം. മധുരപ്പച്ചടി വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം പഴുത്ത പൈനാപ്പിളും കുറച്ചധികം ശർക്കരയും ചേർത്തിട്ട് ഇളം പുളി രസമുള്ള തൈര് ഉപയോഗിച്ചാൽ മതി. 2-3 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി സിമ്മിലാക്കിയിട്ട് 1 കപ്പ് തൈര് ഒഴിക്കാം. ഇളക്കിയിട്ട് ഒന്ന് ചൂടാവുമ്പോൾ ഓഫ് ചെയ്യാം. തിളക്കേണ്ട കാര്യമില്ല. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. വറുത്തിടാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക്, 2 തണ്ട് കറിവേപ്പില, 4 ചുവന്ന മുളക്. ഇത് പച്ചടിയുടെ മുകളിൽ ഒഴിക്കാം. അങ്ങനെ പൈനാപ്പിൾ പച്ചടി ആയിട്ടുണ്ട്. എല്ലാ രസങ്ങളുള്ള കൂട്ടാനാണ്. ഇഷ്ടമായ ഓടത്തി കിച്ചൺ ലൈക്ക് ചെയ്യുക. താങ്ക് യു.